വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഐക്യപ്പെടൽ എന്ന നിലയ്ക്ക് കരുതിയ ഒരു ഐക്യം അതിൻ്റെ നാമ്പ് വരുന്നതിന് മുമ്പ് തന്നെ കരിഞ്ഞുടങ്ങി പോകുന്നു എന്നതാണ്. NSS SNDP ഐക്യം അത് പ്രായോഗികമല്ല എന്ന് വ്യക്തമാക്കി NSS ഡയറക്ടർ ബോർഡ് യോഗം ആ ഐക്യത്തിൽ നിന്ന് പിന്മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇനിയൊരു കൊമ്പ് കോർക്കുന്ന സാഹചര്യം ഒരു തരത്തിലും NSSുമായി ഉണ്ടാകില്ല എന്നതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുണ്ടായ പ്രതികരണം. NSS SNDP ഐക്യമെന്നത് അല്ലെങ്കിൽ ഹിന്ദു ഐക്യമെന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്നതായിരുന്നു വ്യക്തിപരമായി തന്റെ അഭിപ്രായമെന്ന് ജി സുകുമാരൻ നായരും പറഞ്ഞിരുന്നു. പക്ഷേ ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിക്കുന്നു അങ്ങനെ ഒരു ഐക്യം പ്രായോഗികമല്ല എന്ന്. ഷിനോജ് വിവരങ്ങളുമായിട്ട് ഷിനോജ്, കൂടുതൽ പ്രതികരണത്തിന് സാധ്യതയുണ്ടോ NSSന്റെ ഭാഗത്തുനിന്ന്, അതോ ഇതടഞ്ഞ അധ്യായം എന്ന നിലയ്ക്കാണോ? തുഷാർ വെള്ളാപ്പള്ളി ചർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നോ? ഈ ഒരു കൺഫ്യൂഷനിലാണോ ആ ചർച്ചയ്ക്ക് പോലും NSS തയ്യാറാകാതിരുന്നത്? ദിവിഷ, NSS SNDP ഐക്യം നിലവിൽ ഇത് പിന്മാറുള്ള ഈ ഐക്യത്തിൽ നിന്ന് NSS പിന്മാറുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൽ ഒരു രാഷ്ട്രീയ നീക്കമുണ്ടോ എന്നൊരു സംശയം NSS പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ്. പ്രത്യേകിച്ച് ഈ ആദ്യഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലൊരു ഐക്യ ആഹ്വാനം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾക്ക് വേണ്ടി മുന്നോട്ട് ഇറങ്ങേണ്ടത് വെള്ളാപ്പള്ളി നടേശനാണ്. പക്ഷേ ഇവിടെ മകനായിട്ടുള്ള NDAയുടെ ഭാരവാഹിയായിരിക്കുന്ന SNDPയുടെ PDJന്റെ ഒക്കെ തന്നെ നേതാവായിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി പെരുന്നിലേക്ക് അയക്കുന്നത്. അതിൽ തന്നെ ഒരു രാഷ്ട്രീയ നീക്കം NSS സംശയിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഒരു മകനായി കണ്ട് സ്വീകരിക്കുമെന്ന് തന്നെ സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അതിൽ ചില സംശയങ്ങളൊക്കെ തന്നെ NSS പ്രകടിപ്പിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വീകരിച്ച രാഷ്ട്രീയപരമായ നിലപാടുകൾ, പ്രത്യേകിച്ച് ലീഗിനെതിരെ ഉൾപ്പെടെ എടുത്തെടുക്കുന്ന നിലപാടുകൾ, അത്തരത്തിലുള്ള പ്രത്യേകിച്ച് സമദൂര നിലപാട് NSS സ്വീകരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അത്തരത്തിലൊരു എതിർത്തുകൊണ്ട് പോകുന്ന സമീപനം അത് ഏതെങ്കിലും തരത്തിൽ അവർക്കൊപ്പം ഒന്നിച്ചു പോകാൻ NSS കഴിയില്ല എന്ന് ഭൂരിഭാഗം വരുന്ന ഡയറക്ടർ ബോർഡ് യോഗ അംഗങ്ങളും തീരുമാനമെടുത്തു. അതിന് പിന്നാലെയാണ് ഏകദേശം 80% ആളുകൾ ഈ ഐക്യത്തെ വിയോജിച്ചു. തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രമേയം തന്നെ ജി സുകുമാരൻ നായർ അവതരിപ്പിച്ചത്. അതായത് NSS SNDP ഐക്യം അത് ഉണ്ടാകില്ല. നേരത്തെ പല കാരണങ്ങളാൽ പല സമയത്തൊക്കെ ഇത്തരത്തിൽ പിരിഞ്ഞു പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇനിയും ഇത്തരത്തിൽ വീണ്ടും ഒരു ഐക്യമുണ്ടായി അത് വീണ്ടും പാതി വഴിയിൽ ഏതെങ്കിലും തരത്തിൽ അവസാനിപ്പിച്ചു പോയാൽ അത് വീണ്ടും സമുദായത്തിനുണ്ടാക്കുന്ന നാണക്കേട് വളരെ വലുതായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഐക്യം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് നിലവിൽ ഇപ്പോൾ NSS എത്തിയിരിക്കുന്നത്. എന്നാലും രാഷ്ട്രീയ കാരണങ്ങൾ സംശയിച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഐക്യത്തിൽ നിന്ന് NSS പിന്മാറിയിരിക്കുന്നത്. അതിലൊന്ന് തുഷാർ വെള്ളാപ്പള്ളി രാഷ്ട്രീയമുണ്ട്, രണ്ട് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തുന്ന രാഷ്ട്രീയപരമായ പ്രസ്താവനകളുണ്ട്. ഈ രണ്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഐക്യം വേണ്ട എന്നൊരു നിലപാടിലേക്ക് NSS എത്തിയിരിക്കുന്നത്. ശരി, ഷിനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കുന്നു എന്നതാണ് SNDP മുന്നോട്ട് വെച്ച ഐക്യ വാഗ്ദാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഐക്യ സന്ദേശത്തിൽ നിന്ന് പിന്മാറാൻ NSSനെ പ്രേരിപ്പിക്കുന്നതെന്നാണ്. NSS ഡയറക്ടർ ബോർഡ് യോഗമാണ് ഇങ്ങനൊരു ഐക്യം പ്രായോഗികമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്നത്. പ്രശാന്ത് കൃഷ്ണ തുടരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ ഇന്ന് രഘു നേരത്തെ സൂചിപ്പിച്ചിരുന്നു, PS ശ്രീധരൻപിള്ള എത്തി വെള്ളാപ്പള്ളി നടേശനെ കണ്ടു, അനുമോദനമൊക്കെ അറിയിച്ചു. അതിനുശേഷം ഈ ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ജി സുകുമാരൻ നായരെ കാണാൻ PS ശ്രീധരൻപിള്ള പോയിരുന്നു. അത് സൗഹാർദ്ദ സന്ദർശനം എന്ന് രണ്ടുപേരും പറഞ്ഞെങ്കിലും ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് നിങ്ങളോട് പറയാൻ കഴിയില്ല എന്നതായിരുന്നു. അതിലൊക്കെ ഈ വിഷയങ്ങൾ വന്നോ? BJP ഇതിനെ ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്നൊരു സംശയം പെട്ടെന്ന് പൊട്ടിമുളക്കുകയായിരുന്നു NSSന്, അതോ CPMന്റെ അല്ലെങ്കിൽ CPMന് കൃത്യമായ അനുകൂലമായി നിലപാടെടുക്കുന്ന ഒപ്പം ഈ വർഗീയ വിഷയങ്ങളിൽ വളരെ പറയരുതാത്ത നിലയിൽ പ്രതികരണങ്ങൾ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഒരു രീതിയോടുള്ള ഒരു എതിർപ്പ് കൂടിയാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക? ദിവിഷ, ഒരു കാര്യം വ്യക്തമാണ്. ഈ തീരുമാനം വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്ന വരികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് NSSന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാടാണ് ഉള്ളത്. അതിനർത്ഥം ഇത്തരമൊരു ഐക്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ചർച്ചകൾ നടക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ NSSന്റെ സമദൂര നിലപാടിൽ വെള്ളം ചേർക്കുന്ന ഒരു തീരുമാനമാകും എന്ന ഒരു ചിന്ത സംഘടനയ്ക്കകത്തുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച, വലിയ വിമർശനം NSSന്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നൊരു അല്ലെങ്കിൽ UDFന്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് സംശയിക്കാം. കാരണം നിലവിൽ രണ്ടുപേരും ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ സതീഷിനെതിരെ ജി സുകുമാരൻ നായർ അടുത്ത് തിണ്ണ നിരങ്ങിയിരിക്കുകയായിരുന്നു. 1.5 മണിക്കൂർ ഇവിടെ ഇരുന്ന് നിരങ്ങിയെന്നൊക്കെയാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത്. അങ്ങനെ ഒരു നേതാവിനെ കുറിച്ച് പറയേണ്ടതുണ്ടോ എന്ന് പോലും സംശയമാണ്. അപ്പോൾ അത്ര രൂക്ഷമായ ഭാഷയിലാണ്. പിന്നെ ഒന്നുമില്ല സതീഷ് എന്നാൽ എന്താണ് എന്നൊക്കെയാണ് ജി സുകുമാരൻ നായർ ചോദിച്ചത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ അവരെ ഒരു പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ സമുദായത്തിൻ്റെ NSSന്റെ ഒരു പിന്തുണ തങ്ങൾക്ക് കിട്ടിയേക്കില്ലേ എന്നൊരു സംശയം. ഇപ്പോൾ ഒരു നേതാവ് പറഞ്ഞുകൊണ്ട് സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്യുന്നൊന്നും ഒരർത്ഥമില്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും
പ്രത്യക്ഷത്തിൽ ഒരു നേതൃത്വത്തിന് പിന്തുണയില്ലാതെ പോകുന്ന ഒരു ആശങ്കയുണ്ടാക്കുന്ന ഘട്ടത്തിലാണ് UDF നിന്നിരുന്നത്. ആ അർത്ഥത്തിൽ UDFന്റെ ഒരു ഇടപെടൽ, കൊടിക്കുന്നിൽ സുരേഷ് മറ്റൊരു ഘട്ടത്തിൽ പെരുന്നയിലേക്ക് ചെല്ലുന്നതും മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പിന്തിരിഞ്ഞു പോരുന്നതൊക്കെ നമ്മളൊരു തമാശ രാഷ്ട്രീയ കാഴ്ചയായി കണ്ടതുകൂടിയാണല്ലോ 2 ദിവസങ്ങൾക്ക് മുമ്പ്. കോൺഗ്രസിന്റെ ഒരു ഇടപെടൽ എവിടെയോ നടന്നിട്ടുണ്ടാകുമോ ഇതിൽ? തീർച്ചയായും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ ഒരു വിഷമം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്, ഉണ്ടാകണം. അത് മാത്രമല്ല BJPയുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ, ഒരു ഇതിലുള്ള ഒരു നീരസം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ സംഘടനാ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അന്ന് വാർത്താ സമ്മേളനം നടത്തി, ഐക്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ UDFനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഒപ്പം VD സതീശനെയൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. BJP ആകട്ടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP എന്ത് ചെയ്തു 10 വർഷമായിട്ട് തുടങ്ങിയ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയാണുള്ളത് എന്ന വിലയിരുത്തലുകളൂടി നടത്തുമ്പോൾ NSSനെ നേതൃത്വം ഒരു പാളയത്തിൽ കൊണ്ട് കെട്ടുന്നു എന്നൊരു തോന്നൽ, എന്നൊരു പൊതുവെ ഉണ്ടായി. ഇത് മാത്രമല്ല, NSS എന്ന സംഘടനയ്ക്കകത്ത് ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്നവർക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ശബരിമല ഈ ആഗോള അയ്യപ്പ സംഗമം നടന്ന അവസരത്തിൽ പോലും പല ഡയറക്ടർ ബോർഡിൽപ്പെട്ട പലരുമായി നമ്മൾ സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനസ്സാൽ അവരാരും ഇതിനോട് അല്ലെങ്കിൽ ഈ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ എടുത്ത ഒരു നിലപാടിനോട് യോജിക്കുന്നില്ല. പക്ഷേ സംഘടന എന്ന നിലയിൽ പലപ്പോഴും പല കാര്യങ്ങളും പലരും വിശദീകരിച്ചിട്ടുമുണ്ട്. അതിനുശേഷം ശബരിമല സ്വർണ്ണക്കൊള്ള വന്നപ്പോൾ തന്നെ ഈ NSSനകത്തുള്ള സർക്കാരിനോടുള്ള സമീപനത്തിൽ വലിയ മാറ്റം വരികയും ചെയ്തു. ഈ ഒരു അവസരത്തിൽ നിൽക്കുമ്പോഴാണ് NSS SNDP ഐക്യം എന്ന ഒരു ആശയം മുന്നോട്ട് വരുന്നത്. ആ ആശയം വരുമ്പോഴും ആ ആശയത്തിന്റെ രാഷ്ട്രീയം എന്നത് ഇടത് സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്കാണ് SNDP കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത്.